എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ അയ്യപ്പ് പാറമേലിൻ്റെ ഒരു ചെറുകഥ കേൾക്കാം. കഥ വിഷാദസന്ധ്യകൾ. കഥയിലേക്ക് കടക്കാം. ഇന്ദു പതുക്കെ എഴുന്നേറ്റു. ജാലകത്തിലൂടെ നോക്കി. ഉച്ചയുറക്കത്തിൻ്റെ നേർത്ത പാളികളെ ആരാണ് അലങ്കോലപ്പെടുത്തുന്നത്? ഗേറ്റിനും അപ്പുറത്ത് ഇളം മഞ്ഞ നിറത്തിൽ ഒരു കാറ്. എന്തൊരു ഭംഗി! ഇവിടെയൊന്നും കാണാത്ത തരം. കുറച്ചു നേരം കൂടി അതൊന്ന് നോക്കി നിൽക്കാൻ തോന്നി. പക്ഷേ അതിനു മുമ്പ് കാറിൽ നിന്നും ഇറങ്ങിയവർ വരാന്തയിലേക്ക് കയറുന്നത് കണ്ടു. അനിയത്തി. ഇന്ദു ബാത്റൂമിലേക്ക് ഓടി. തണുത്ത വെള്ളം മുഖത്ത് തൂവി. ടവൽ എടുത്ത് മുഖം അമർത്തി തുടച്ച് കണ്ണാടിയിൽ നോക്കി. മുടിയിഴകൾ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. മുഖത്ത് അല്പം പൗഡർ? വേണ്ട, അനിയത്തിയെ നേരിടാൻ ഇത്രയൊക്കെ മതി. തിരിച്ച് കിടപ്പുമുറിയിൽ വന്നു. ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ ഒന്നു നോക്കി. അവൻ സുഖമായ ഉറക്കമാണ്. സ്വീകരണ മുറിയുടെ അടച്ചിട്ട വാതിൽക്കിലേക്ക് ധൃതിയിൽ നടന്നു. വാതിലിൻ്റെ ഹാൻഡിലിൽ കൈവച്ചതേയുള്ളൂ. ഞെട്ടിപ്പിക്കുന്ന വിധം കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ പേടിച്ച് കൈ പിൻവലിച്ചു. വാതിൽ തുറന്നാൽ കാണാൻ പോകുന്ന കാഴ്ച. വർഷങ്ങളായി വേദനിക്കുന്ന മനസ്സിൽ കൂടി മാത്രം കണ്ടിരുന്ന അനിയത്തിയുടെ ചിത്രം ഇപ്പോൾ നേരിൽ കാണാം. വാതിൽ പതുക്കെ തുറന്നു. കൂടെയുള്ളത് അവളുടെ ഭർത്താവായിരിക്കും. ആ മനുഷ്യനെ ആദ്യമായി കാണുകയാണ്. പക്ഷേ അനിയത്തിയെയും ആദ്യമായി കാണുന്നത് പോലെ. ഇപ്പോൾ അവൾക്ക് തന്നേക്കാൾ ഉയരം കൂടുതലുണ്ടോ? വേർപാടിൻ്റെ വർഷങ്ങളിൽ ഓർമ്മകളിലൂടെ മാത്രം കടന്നു വരാറുള്ള അനിയത്തിയെ കണ്ടിട്ടുള്ളത് നിലത്തിഴയുന്ന പാവാടയും ടോപ്പും ധരിച്ചു മാത്രമാണ്. ഇന്ന് അവളെ സാരി ഉടുത്ത് ആദ്യമായി കാണുന്നത് കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? അന്ന് അവൾക്ക് ഉണ്ടായിരുന്ന കൂട്ടുപുരികങ്ങൾ പറിച്ചു കളഞ്ഞ് ഇപ്പോൾ നേർത്ത വില്ലുകളാക്കി മാറ്റിയിട്ടും അവൾക്ക് അച്ഛൻ്റെ എന്തൊരു ഛായയാണ്! എന്നിട്ടും എത്രമാത്രം അപരിചിതത്വം! അവർ സ്വീകരണ മുറിയിലേക്ക് കടന്നു. അവിടെ ഇട്ടിരുന്ന സോഫകളിൽ അമർന്നു. ഈ കാലം അത്രയും കഴിഞ്ഞപ്പോൾ ഒരു സംഭാഷണം തുടങ്ങേണ്ട വാചകത്തിൻ്റെ ആദ്യ വാക്കിനു വേണ്ടി മനസ്സിൻ്റെ കയങ്ങളിൽ മുങ്ങിയും താഴ്ന്നുകൊണ്ടിരുന്നപ്പോൾ നിമിഷങ്ങൾ കൈവിട്ടു പോയിരുന്നു. ഒരു ഭംഗിവാക്കെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയാതെ അവർ മൂകരായി. അതിൽ നിന്നും രക്ഷപ്പെടാനായിരിക്കണം അയാളുടെ കണ്ണുകൾ സ്വീകരണ മുറിയുടെ ഭിത്തികളിൽ കൊളുത്തിയ ഫോട്ടോകളിലൂടെ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പൊടുന്നനെ നിശ്ചലങ്ങളായി. അവിടെ തന്നെ അനിയത്തിയുടെ കണ്ണുകളും തറച്ചു നിന്നു. ഇന്ദു അവിടേക്ക് നോക്കിയില്ല. അവരുടെ നോട്ടം ചെന്നു നിൽക്കുന്നത് എവിടെയാണെന്ന് ഇന്ദുവിനറിയാം. ഇനി കേൾക്കേണ്ട വാചകങ്ങൾ സഹതാപം ഉറ്റി നിൽക്കുന്ന പൊള്ളയായ വാക്കുകൾ. നിർദോഷമെന്ന് പുറമേക്ക് തോന്നിയിരിക്കും, പക്ഷേ അതിനകത്ത് തനിക്കായി കൂർത്ത മുള്ളുകൾ പാകിയിരിക്കും. അതുവരെ നീണ്ടുനിന്ന നിശബ്ദതയെ ഭേദിക്കുന്ന ആദ്യത്തെ വാചകം അനിയത്തിയുടെ വായിൽ നിന്നായിരിക്കും വീഴുക. ചെറുപ്പം മുതൽ അവൾ അങ്ങനെ ആയിരുന്നല്ലോ. തന്നോട് എന്നും ശത്രുത മാത്രം പുലർത്തിപ്പോന്നിട്ടുള്ള അനിയത്തി ഇന്ന് തൻ്റെ ദൈന്യത്തിൽ സഹതപിച്ചു എന്ന് വരുത്തി ഉള്ളു നിറയെ ആഹ്ലാദിക്കാൻ. അനിയത്തി. ഇന്ദുവിന് ഇന്നും പണ്ടത്തെ പോലെ ചിരിക്കാനറിയാം. പക്ഷേ 2 മാസം മാത്രം പ്രായമായ ഒരു വിധവയ്ക്ക് ചിരിക്കാൻ പാടുണ്ടോ? മനസ്സിൻ്റെ കൈവെള്ളകളിൽ ദുഃഖം ഞെരിച്ചമർത്തി. പിന്നെ പഴയ പോലെ കിലുകിലുന്നനെ ചിരിച്ചു. ചുമരിലെ ഫോട്ടോവിൽ തറച്ചു നിന്നിരുന്ന മിഴികൾ പെട്ടെന്ന് താഴോട്ട് പതിച്ചു. തൻ്റെ മുഖത്തു വന്ന് അത്ഭുതത്തോടെ നിശ്ചലമായി. അപ്പോഴേക്കും കരുതി വെച്ച വാക്കുകൾ ഇന്ദു പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിപ്പോഴും മധുവിധു ആഘോഷിക്കുന്നവരെ പോലെയുണ്ട്. ഒരു ഉത്തരത്തിനായി വാക്കുകൾക്ക് വേണ്ടി പാടുപെടുന്ന അനിയത്തിയുടെ മുഖത്ത് നോക്കിയപ്പോൾ സുഖമാണ് തോന്നിയത്. താഴെ പതിച്ച ചിരിയുടെ പളുങ്കുപാത്രം ചിതറിയ തുണ്ടുകൾ നിശ്ചലമായി. എങ്കിലും ചിരിയുടെ മുഖം ഇന്ദു ചുണ്ടിലും കവിളിലും ആയാസപ്പെട്ട് തടുത്തു നിർത്തി. ഇവിടെ വന്നു പറയാൻ ഉദ്ദേശിച്ചതെല്ലാം നഷ്ടപ്പെട്ട അനിയത്തി കുറച്ചു വാക്കുകൾ കണ്ടെത്തി. നാട്ടിലേക്ക് വരണ കാര്യം ആരെയും അറിയിക്കാൻ പറ്റിയില്ല. ഗോപിയേട്ടന് ലീവ് കിട്ടില്ല എന്നാണ് വിചാരിച്ചേ. പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒന്നിനും ഒരു സമയവും ഉണ്ടായിരുന്നില്ല. അടുത്ത ഫ്ലൈറ്റിന് പോന്നു. ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞേ. എത്ര ഭംഗിയായി അവൾ വാചകം നിർത്തി. വാചകം മുഴുമിപ്പിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അനിയത്തിയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു ചിന്തയായിരിക്കും. ഈ വിവാഹം എല്ലാവരും എതിർത്തതല്ലേ? പക്ഷെ ചേച്ചി വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ മതിയായോ? ഇന്ദുവിന് പെട്ടെന്ന് ഒതുക്കാനാകാത്ത കോപമാണ് തോന്നിയത്. എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ നിൻ്റെ ഔദാര്യമൊന്നും വേണ്ട. പക്ഷേ ഇന്ദു നിശബ്ദയായി. കൈവെള്ളകൾ വെളുക്കുന്നതുവരെ ഞെരിച്ചമർത്തി. ഇനിയത്തെ ചോദ്യം
എങ്ങനെ മരിച്ചു എന്നായിരിക്കും. വേണ്ട, ചോദിക്കേണ്ട, പറഞ്ഞു തരാം. അക്ഷോഭ്യയായി ഇന്ദു പറഞ്ഞു. ഹാർട്ടിൻ്റെ വാൽവിനായിരുന്നു കുഴപ്പം. ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അനിയത്തിയുടെ ഉത്തരം. പണ്ടത്തെ പോലെ കുത്തുവാക്കുകൾ പറയുന്ന അനിയത്തിയാകാൻ അവൾക്ക് എന്തെളുപ്പം. ചേച്ചിക്ക് ഞങ്ങളെ ഒന്നറിയിക്കാമായിരുന്നില്ലേ? അവിടെ സ്റ്റേറ്റ്സിൽ എത്ര ഹാർട്ട് ഓപ്പറേഷൻസ് നടക്കുന്നു? എല്ലാം സക്സസ്ഫുള്ളാണ്. നിശ്ചലമായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കൊമ്പുകൾ പിടിച്ചു ചലിപ്പിക്കുന്നത് പോലെ ഭർത്താവിൻ്റെ ചുമലുകൾ പിടിച്ചു കുലുക്കി അവൾ ചോദിച്ചു. നോക്കൂ ഗോപിയേട്ടാ, ഗോപിയേട്ടൻ്റെ ഒരു ഫ്രണ്ടില്ലേ, ദാറ്റ് മാൻ വിത്ത് എ ബിയേഡ്, ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്. ചേട്ടനെ അങ്ങോട്ട് അയച്ചിരുന്നെങ്കിൽ വി കുഡ് ഹാവ് സേവ്ഡ് ഹിം. ഇല്ലേ ഗോപിയേട്ടാ? കാണാപ്പാഠം പഠിച്ച ഒരു വരി ഉരുവിടുന്ന പോലെ ആ മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞു. യെസ് യെസ്, വി കുഡ് ഹാവ് സേവ്ഡ് ഹിം. അപ്പോൾ തന്നെ കീഴ്പ്പെടുത്തിയ ഭാവത്തോടെ അവൾ തൻ്റെ നേരെ നോക്കി. ഇത്രയും നേരം സംഭരിച്ച ധൈര്യം ഞെരിച്ചു പിടിച്ച വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നു. അശരണയായി ഇന്ദു സ്വയം ചോദിച്ചു. ഈ പറയുന്നത് സത്യമാണോ? അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നോ? ഈശ്വര! അവർ പറഞ്ഞ വാചകങ്ങൾ മനസ്സിൽ പട്ടട കത്തി നിന്നു. പക്ഷേ രോഗിയായിരുന്നു എന്നുപോലും തനിക്ക് അറിയാമായിരുന്നില്ല. ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. തലേ ദിവസം പോലും തന്നോട് ഓരോന്നും പറഞ്ഞ് ഉറക്കെ ചിരിച്ചിരുന്ന ആൾ എല്ലാം ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഒന്ന് മാത്രം അവസാനമായി പറഞ്ഞു. മേശയുടെ അടിയിലെ കള്ളിയിൽ എൻ്റെ ഇൻഷുറൻസ് പോളിസിയുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലായി. എന്നിട്ടും ഒന്ന് മാത്രം അപ്പോൾ മനസ്സിലാക്കിയില്ല. അപ്പോൾ എല്ലാം അവസാനിക്കുകയായിരുന്നു. ധാരമുറിയാതെ വാർന്നുപോയിരുന്ന കണ്ണുനീരിൻ്റെ പ്രവാഹം തടയാനായിരുന്നോ കിടക്കയിൽ നിന്നും ശക്തി ക്ഷയിച്ച ഒരു കൈ ആയാസപ്പെട്ട് തൻ്റെ കവിളിലേക്ക് ഉയർന്നത്? ആ കൈത്തലം ഇരു കരങ്ങൾ കൊണ്ടും കൂട്ടിപ്പിടിച്ച് ഒന്ന് തേങ്ങിക്കരയാൻ ആഞ്ഞതായിരുന്നു. അതിനു മുമ്പ് പാതി ഉയർന്ന ആ കൈ കിടക്കയിൽ തന്നെ പതിച്ച് നിശ്ചലമാകുന്നത് കണ്ട് സ്തംഭിച്ചിരുന്നു. ജലാശയത്തിനടിയിലേക്ക് താണു പോകുന്നത് പോലെ എത്രയോ ഘനയടികളുടെ ഭാരം പേറി കുറച്ചു നിമിഷങ്ങൾ. പെട്ടെന്ന് ഓർത്തു, പാടില്ല, ഇവിടെ പരാജയപ്പെടരുത്. ഒറ്റക്കുതിപ്പിന് ഇന്ദു മുകൾ പരപ്പിലേക്ക് ഉയർന്നു. അപ്പോൾ തൻ്റെ മുന്നിൽ മറ്റേതോ ലോകത്തിൽ തികച്ചും അപരിചിതരായ രണ്ട് മനുഷ്യരെ കണ്ടപ്പോൾ ഇന്ദുവിന് അവരുടെ അപരിചിതത്വത്തിൽ ആശ്വാസമാണ് തോന്നിയത്. വീണ്ടും അനിയത്തിയുടെ നാവിൻ്റെ വാൾത്തല ചലിക്കാൻ തുടങ്ങി. ചേച്ചിക്ക് അച്ഛനെയെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നല്ലോ. അച്ഛൻ ചേച്ചിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കഷ്ടം. ഇവിടെ ഇന്ത്യയിൽ ചികിത്സിച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാണ്? അല്ലേ ഗോപിയേട്ടാ? മറ്റേതോ ഗ്രഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലെ ചുമലുകൾ കുലുക്കിയും കൈകൾ ചലിപ്പിച്ചും അയാൾ തുടങ്ങി. ഇവിടെ ഇൻ ഇന്ത്യ ഹോസ്പിറ്റൽസ് ആർ പ്ലൻറ്റി, ബട്ട് നൺ ഓഫ് ദം ആർ വെൽ എക്വിപ്ഡ്. റിസർച്ച് ഫെസിലിറ്റീസ് ഇല്ല. ആൻഡ് യു ആർ ലൂസിങ് യുവർ ബെസ്റ്റ് ബ്രെയിൻസ് ടു അതർ കൺട്രീസ്. ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. എന്തുത്തരം പറയും? ഈ ഒരു മനുഷ്യൻ്റെയെങ്കിലും മസ്തിഷ്കം ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടതിൽ സന്തോഷം തോന്നി. കുറച്ചു നേരത്തേക്കെങ്കിലും ഈ മുറിയിൽ നിന്നും രക്ഷപ്പെടണം. തണുത്ത സ്വരത്തിൽ ഇന്ദു ചോദിച്ചു. ചായ? ഉത്തരം കാത്തു നിൽക്കാതെ അകത്തേക്ക് ഓടി അടുക്കളയിൽ ചെന്ന് തൻ്റെ ഏക അവലംബമായ നാണിയമ്മയെ നോക്കി. ഒരു മഹാവൃക്ഷം പോലെ ഈ വീട്ടിലെ ഗ്രീഷ്മവും വസന്തവും ഏറ്റുവാങ്ങി അവർ ജീവിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നാണിയമ്മ ഒരു പെൺകുഞ്ഞുമായി ഇവിടെ എത്തി. അന്ന് വീട്ടുകാരും പിന്നെ നാട്ടുകാരും അവരെ കല്ലെറിഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ അമ്മ അവർക്ക് അഭയം നൽകി. ഇന്ന് താൻ അവരിൽ അഭയം കണ്ടെത്തുന്നു. തൻ്റെ കാൽപെരുമാറ്റം കേട്ടിട്ടുണ്ടായിരിക്കണം. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നാണിയമ്മ പറഞ്ഞു. ചായക്കുള്ള വെള്ളം തിളച്ചു. ഇന്ദു തിരിച്ചു നടന്നു. ഊൺമുറിയിലെത്തി. കാലുകളുടെ ശക്തി ക്ഷയിക്കുന്നു. ഊൺമുറിയുടെ ജാലകത്തിൻ്റെ തണുത്ത അഴികളിൽ അമർത്തിപ്പിടിച്ചു നിന്നു. അനിയത്തി ഒപ്പം അകത്തു വരുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അവൾ ഇപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ അതിൽ ദുഃഖം തോന്നുന്നില്ല. കുറച്ചു നേരത്തെ ഏകാന്തതയാണ് തനിക്ക് ആവശ്യം. ആണും പെണ്ണുമായി താനും അനിയത്തിയും മാത്രം. പഠിപ്പിലും സ്പോർട്സിലും താൻ അനിയത്തിയേക്കാൾ മിടുക്കിയായിരുന്നു. സ്കൂൾ ഫൈനലിൽ ഉയർന്ന ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ അനിയത്തിയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ല. അന്ന് ഒന്നും പറയാതെ അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. പ്രശസ്തമായ ആ കോളേജിൽ നിന്നും അഡ്മിഷൻ കാർഡ് കിട്ടിയപ്പോൾ അനിയത്തി പറഞ്ഞു. ഇവിടെ അടുത്ത് കോളേജ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. മിക്സഡ് കോളേജ് അല്ലേ? അത് കേട്ടിട്ടും അച്ഛൻ ഒരക്ഷരം പറഞ്ഞില്ല. അച്ഛന് എന്നും അനിയത്തിയോടായിരുന്നു ഇഷ്ടം. കോളേജിലെ വർഷങ്ങൾ. പഠിപ്പിലും സ്പോർട്സിലും ഒരുപോലെ കീർത്തി.
കോളേജ് മാഗസിനിലെ തൻ്റെ ഫോട്ടോകളുള്ള പേജുകൾ അലസമായി മറിച്ചു നോക്കി. അനിയത്തി താഴെ വെച്ചു. ഒരു ദുഃഖവും തോന്നിയില്ല. അതേ പേജുകൾ ഒരു നിധി പോലെ ആരാധിച്ച് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് മാത്രം ഓർത്ത് നെടുവീർപ്പിട്ടു. ഫൈനൽ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് മുന്നിൽ എത്തിയത്. ഇന്ദു സ്റ്റേഷനിൽ നിന്നും വണ്ടി ഇളകിയപ്പോൾ ചോദിച്ചു. എനിക്ക് ഒരു ലെക്ചററുടെ ജോലിയുണ്ട്. നമുക്കതുപോലെ ഇന്ദു. പാളങ്ങളിൽ അമരുന്ന ഉരുക്കു ചക്രങ്ങളുടെ താളം ദ്രുതമാകുന്നതിനോടൊപ്പം മനസ്സും. റിസൾട്ട് വരുന്നതുവരെ കാത്തു. എതിർപ്പുകൾ താങ്ങാനാകാതെയായി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചു. ഇന്ന് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അനിയത്തിയെ കാണുന്നു. അച്ഛനെ പിന്നെ കണ്ടിട്ടില്ല. അവളുടെ വിവാഹം കഴിഞ്ഞതും അവർ പോയതും എല്ലാം പിന്നീട് അറിഞ്ഞു. ഓർമ്മകളുടെ ഭാരം അവിടെ ഇറക്കി വെച്ചു. മറ്റൊരു മുഖം ധരിച്ചു. സ്വീകരണ മുറിയുടെ വാതിലിൻ്റെ കർട്ടനു പിന്നിൽ നിന്ന് മുഖത്ത് ചിരിവരുത്തി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവരുടെ മുന്നിൽ എത്തി. ചായ കൊണ്ടുവരുന്നുണ്ട്. ചായ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റെ വേലക്കാരി ഒരു ജീനിയസാണ്. അനിയത്തിയുടെ ഉത്തരം മറ്റൊന്നായിരുന്നു. ഗോപിയേട്ടാ, ഇവിടെ എന്ത് സുഖമല്ലേ. ചായ ഉണ്ടാക്കാനും തുണി തിരുമ്പാനും ഒക്കെ വേലക്കാരുണ്ട്. ഗോപിയേട്ടൻ്റെ ഒരു ഡിന്നർ പാർട്ടി വെച്ചാൽ പകൽ മുഴുവൻ കുക്കിങ്, അത് കഴിഞ്ഞാൽ പുലരുന്നതുവരെ ഡിഷ് വാഷിംഗ് ഒക്കെ ഞാൻ തന്നെ. എത്ര കാശ് സമ്പാദിച്ചിട്ടും എന്താ കാര്യം? അക്ഷോഭ്യനായി അയാൾ ചായക്കപ്പെടുത്ത് ചുണ്ടോടടുപ്പിച്ചു. ചായ രുചിച്ചു നോക്കി. സ്പ്ലെൻഡിഡ്, ദിസ് ഹാസ് ദ ജെന്യുവിൻ ഫ്ലേവർ ഓഫ് ദി ടീ. കർട്ടന് പിറകിൽ പാതി മറിഞ്ഞു നിൽക്കുന്ന നാണിയമ്മയെ നോക്കി ചിരിച്ചു. എന്താ പേര്? നാണിയമ്മ. എ വെരി നൈസ് നെയിം ഫോർ എ ഹൗസ് മെയ്ഡ്. നാണിയമ്മ ഞങ്ങളുടെ കൂടെ അമേരിക്കയിൽ വരുന്നോ? വിമാനത്തിൽ. വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഷാമ്പയിനും കുടിച്ച് TV കണ്ടിരിക്കാം. അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നും പറയാതെ അവർ അടുക്കളയിലേക്ക് പോയി. പൊള്ളയായ വാക്കുകൾ. ഇന്ദുവിൻ്റെ ക്ഷമ നശിച്ചു. അങ്ങനെ പറയാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ലെങ്കിലും അങ്ങനെ പറയാൻ തോന്നി. നാണിയമ്മ അമേരിക്കയിലേക്കൊന്നും വരില്ല. ഒരു കാര്യം ചെയ്യാമോ? നാണിയമ്മയ്ക്കൊരു മോളുണ്ട്. 10ാം തരം വരെ പഠിച്ചിട്ടുണ്ട്. 17 വയസ്സ്. സുന്ദരിയാണ്. നിങ്ങൾ തിരിച്ചു പോകുന്നത് വരെ അവളെ നിങ്ങളുടെ കൂടെ നിർത്തൂ. ഭക്ഷണം പാകം ചെയ്യും, തുണി തിരുമ്പും. വേണമെങ്കിൽ നിങ്ങളുടെ കാലും തിരുമ്മിത്തരും. അയാളുടെ മുഖത്ത് ജാള്യത. അനിയത്തിയുടെ മുഖത്ത് അടക്കാനാകാത്ത അമർഷം. പെട്ടെന്ന് അനിയത്തി എങ്ങനെയോ മുഖത്ത് ശാന്തത കൈവരുത്തി. തുരുപ്പ് ചീട്ട് ലാഘവത്തോടെ തൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. ഞങ്ങൾ ഇന്നലെ ആർക്കിടെക്റ്റിനെ കണ്ടു. കോൺട്രാക്റ്റും ഫൈനലൈസ് ചെയ്തു. അച്ഛന് വയസ്സായില്ലേ? അച്ഛനെ ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ അച്ഛന് എല്ലാ മോഡേൺ കംഫർട്ട്സും വേണം. മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിനൊക്കെക്കാൾ ലാഭം. നമ്മുടെ ആ പഴയ വീട് ആകെ പൊളിച്ച് പുതിയത് പണിയുകയാണ് എന്നാ പറഞ്ഞേ അല്ലേ ഗോപിയേട്ടാ? ആ മനുഷ്യന് ഉത്തരം എളുപ്പമായിരുന്നു. ദാറ്റ് ആർക്കിടെക്റ്റ് ഈസ് റിയലി എ നൈസ് ഗൈ. അവർ തൻ്റേത് കൂടിയായ സ്വത്ത് കവർന്നെടുക്കുന്നു. എടുത്തുകൊള്ളട്ടെ. അന്ന് അദ്ദേഹത്തെ അടുത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ചതല്ലേ? പക്ഷേ ഒന്ന് മാത്രം ഇന്ദു ദുഃഖത്തോടെ ഓർത്തു. അർദ്ധരാത്രിയിലെ എണ്ണ വറ്റിച്ച തൻ്റെ പഴയ പഠിപ്പുമുറി കല്ലിൻ്റെ മേൽ മറ്റൊരു കല്ല് അവശേഷിക്കാത്ത വിധം അവർ അത് പൊളിച്ചെടുക്കുന്നു. അസഹ്യതയുടെ കാടുകൾ നിബിഡമാകുന്നു. അപ്പോൾ നാണിയമ്മയെ ഓർത്തു. അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ദു വീണ്ടും വർത്തമാനകാലം സ്വയം വരിച്ചു. എന്ത് പറയേണ്ടു എന്നറിയാതെ നിന്ന ഇന്ദുവിൻ്റെ മുഖത്തേക്ക് അനിയത്തി ഒരു ചോദ്യം എറിഞ്ഞു. അല്ല, ഒരു കാര്യം ചോദിച്ചില്ലല്ലോ. ചേച്ചിയുടെ കുട്ടി എന്തു ചെയ്യുന്നു? ചോദിക്കുന്നത് കേട്ടാൽ തോന്നും തൻ്റെ കുഞ്ഞ് PhDയോ മറ്റോ ചെയ്യുകയാണെന്ന്. ഇന്ദുവിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കാതെ അവൾ എഴുന്നേറ്റു. നമുക്ക് ചേച്ചിയുടെ കുഞ്ഞിനെ കാണണ്ടേ? അയാൾ യന്ത്രം പോലെ എഴുന്നേറ്റു. കിടപ്പുമുറിയിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ. ഓ, വാട്ട് എ ക്യൂട്ട് ലിറ്റിൽ തിങ്. അനിയത്തി കുട്ടിയുടെ കവിളിൽ തലോടി. ചേച്ചി, ഇവൻ വലുതാകുമ്പോൾ അമേരിക്കയിലേക്ക് അയക്ക്. ഇനി ഹാർട്ടിൻ്റെ അസുഖം ഹെറിഡിറ്റി ആണെങ്കിൽ? അവൾക്ക് ഇനിയും മതിയായില്ലേ? ഇന്ദു മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞു. എനിക്ക് അമേരിക്കൻ ജീവിത രീതി ഇഷ്ടമല്ല. ഞാൻ ഇവനെ ഓക്സ്ഫോർഡിലേക്ക് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അനിയത്തി ബെഡ്റൂമിൻ്റെ വാതിൽക്കലേക്ക് ധൃതിയിൽ നടക്കാൻ തുടങ്ങി. ലെറ്റസ് ഗോ. അച്ഛൻ നമ്മളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. വരാന്തയിൽ എത്തി. അനിയത്തി തിരിഞ്ഞു നിന്ന് പറഞ്ഞു. സ്വരത്തിൽ വിദ്വേഷം കലർത്തിയിരുന്നു. അച്ഛന് ഇവിടെ വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അന്ന് ചേച്ചി ആരോടും പറയാതെ ഓടിപ്പോയതിൻ്റെ ഷോക്കാ. ഹീ ഈസ് എ ഹാർട്ട് പേഷ്യൻ്റ്. ഇവിടെ വന്നാൽ അത് കൂടും. അതാ അച്ഛൻ വരാതിരുന്നത്.
ഇന്ദുവിനെ ചിരിക്കാനാണ് തോന്നിയത്. ഒരു ദുർബല നിമിഷത്തിലെങ്ങാനും അച്ഛൻ തൻ്റെ അടുത്ത് വരാതിരിക്കാൻ, അച്ഛൻ്റെ സ്വത്ത് തനിക്ക് കൂടി പകുത്തു വയ്ക്കാതിരിക്കുവാൻ അവൾ അച്ഛനെ ബോധ്യപ്പെടുത്തിയ വാചകങ്ങൾ ഉരുവിടുന്നു. ഇന്ദു സ്വരത്തിന് മൂർച്ച കൂട്ടി. എങ്കിൽ അച്ഛനെ നിങ്ങൾക്ക് കൊണ്ടുപോയിക്കൂടെ? വി കുഡ് ഹാവ് സേവ്ഡ് ഹിം എന്ന് വീണ്ടും പറയാൻ ഇടവരുത്തേണ്ട. പെട്ടെന്ന് ഉത്തരം അയാളുടേതായിരുന്നു. ഷുവർ, വി ആർ സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഇറ്റ്. അനിയത്തി എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തെങ്കിലോ എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. അനിയത്തി ഒതുക്കിൽ ഇറങ്ങി നിന്നു. തന്നെ നോക്കിയൊന്ന് ചിരിച്ചു ചോദിച്ചു, ജോലിയൊന്നുമില്ലാതെ ചേച്ചി ഇങ്ങനെ ജീവിച്ചാൽ കുട്ടിയെ ഒരു നിലയിലാക്കേണ്ടേ? അവളുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമായിരിക്കാം. ഇന്ദു ഉറക്കെ ചിരിച്ചു. നിങ്ങൾ നാണിയമ്മയെ അമേരിക്കയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവനെ നാണിയമ്മ നോക്കും. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കോളേജിൽ എനിക്ക് ജോലി ഉറപ്പാണ്. ഉത്തരമൊന്നും പറയാതെ അവർ പടിക്കലേക്ക് നടക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിന്നു. പടിക്കപ്പുറത്ത് ഭംഗിയുള്ള ഇളം മഞ്ഞ നിറത്തിലുള്ള ഫോറിൻ കാർ അപരിചിതമായ ശബ്ദമുണ്ടാക്കി. അവർ കൺമുന്നിൽ നിന്നും മറയുന്നതുവരെ ഇന്ദു കൈവീശി നിന്നു. ഈ യുദ്ധത്തിൽ താൻ ജയിച്ചു. പക്ഷേ ഇനിയും പിടിച്ചു നിൽക്കാനാകുന്നില്ല. പെട്ടെന്ന് ശരീരത്തിലെ ഓരോ അണുവും പ്രവർത്തനരഹിതമാകുന്നു. ഒരു നിഴൽ പോലെ പിറകിലെത്തിയ നാണിയമ്മയുടെ ശബ്ദം, അകത്തേക്ക് പോന്നോളൂ, വാതിൽ അടയ്ക്കട്ടെ. ഒതുക്കി പിടിച്ച തേങ്ങലുകളുടെ തിരമാലകൾ പൊട്ടിച്ചിതറുന്നതിന് മുമ്പ് കിടപ്പുമുറിയിലേക്ക് ഓടി. ഞെട്ടിയുണർന്ന് വാവിട്ട് കരയുന്ന മകനെ പുണർന്നു. സ്വതന്ത്രയായി ഇന്ദു പൊട്ടിക്കരഞ്ഞു. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.